നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് 9.5 കൊല്ലമായില്ലേ? 9.5 കൊല്ലമായില്ലേ? ഇവിടെ 3 കൊല്ലമായിട്ട് മസ്തിഷ്കജ്വരം 2021 തൊട്ട് റിപ്പോർട്ട് ചെയ്ത് വരുമല്ലേ? എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. എന്ന് മുതലാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞുണ്ട്. The minister said that while the first case came to light in 2016 in Tiramala ward, 2 cases each came to light in Malappuram in 2019 and 2020. ഇതാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എന്ന് ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോ എന്തിനാണ് 12 കൊല്ലം മുമ്പ് ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ തലയിൽ കൊണ്ടുപോയി അത് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? 2013 2016 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ മന്ത്രി മറുപടി പറഞ്ഞു. എല്ലാ രേഖകളും ഇത് മീഡിയ സ്കാനിങ് ആൻഡ് വെരിഫിക്കേഷൻ സെല്ലാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ഡേറ്റ് ആണ്. അതിലാണ് സംസ്ഥാനത്തെ മന്ത്രി വീണ ജോർജ് പറഞ്ഞതിനെ കുറിച്ച് ഇതിനകത്തുള്ളത്. ആദ്യത്തെ കേസ് 2016 കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുക. എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നാടൊരു സിറ്റുവേഷൻ നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യില്ല. ഏത് കാര്യത്തിനാ ഞങ്ങളെ സപ്പോർട്ട് ഇല്ലാത്തത്? ഏത് നല്ല കാര്യത്തിനാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്? എന്തിനാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തത്? ഇങ്ങനത്തെ ഒരു രോഗത്തെ നേരിടുന്ന കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കൂ? ഞങ്ങൾ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കില്ലേ? പക്ഷേ നിങ്ങൾ എല്ലാം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. ഒരു മുൻകരുതലും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ഉറവിടം കണ്ടെത്തുന്നതിൽ പൂർണ്ണമായ പരാജയമാണ്. നിങ്ങൾ റിയാക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത്. നിങ്ങൾ പ്രോ ആക്റ്റീവായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ പബ്ലിക്കിന് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ മരണനിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കാര്യം ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ടത്.